Don't think you will go unaccountable. Don't be under that impression. You will not go unaccountable. आगे भी था. SFI चला रही है यूनिवर्सिटी. They will run the university. They will put the banners outside the guest house and you will have them there. Shameless people. Let the vice chancellor come. Place the banners. കാലിക്കറ്റ് സർവകലാശാലയിൽ You don't have eyes to see this? You want to insult me? It's not like that, sir. What is like that? What is like this? If it is not like that, enough is enough. And tell SFI people to come. No, no. I will go from here. I will go from here. You are responsible for it. Gari mangao. I will go from here and no police person will follow me. I will not. You go up there. You have made a mockery of the law and order. It's not like that. It's not I like have told the DI not like that. also, you have made a mockery. that. Not like that. If not now, 3-4 months, you will have to reply. Sir, not If like not that. now, Sir, not like this that. chief minister is not going to remain forever. Not like that, sir. How come this is here? I am asking you, if chief minister is staying here, you will allow this? No, let the... You are saying that you have asked the vice chancellor. കാലിക്കറ്റ് സർവകലാശാലയിൽ നേരിട്ട് ഗവർണർ ശുഭിതനായ ഗവർണർ ബാനറുകൾ നീക്കം ചെയ്യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയാണ് അവിടെ താമസിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയരാൻ അനുവദിക്കുമോ എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരോടും പോലീസിനോടും അദ്ദേഹം ഗവർണർ തട്ടിക്കേറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ജംഷീർ ചേരുകയാണ്. ജംഷീർ, നാടകീയമായ സംഭവങ്ങളാണ് സർവകലാശാലയ്ക്കുള്ളിൽ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിനകത്ത് നടക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്പസമയം മുമ്പ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നടന്നത് ഗവർണർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പോലീസുകാരെ ഷൗട്ട് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസുകാരുണ്ടായിരുന്നു. അവരെ ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നെ നാണം കെടുത്തുകയാണോ? ഞാൻ നിങ്ങളോട് ഈ ബാനർ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് എത്ര സമയമായി, എന്തുകൊണ്ട് നിങ്ങൾ അഴിച്ചു മാറ്റിയില്ല? നിങ്ങളിത് ഇപ്പോൾ അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയെ കൊണ്ട് നേരിട്ട് തന്നെ ആ ബാനറുകളെല്ലാം തന്നെ അഴിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ബാനറുകൾ, അതായത് പ്രധാന കവാടത്തിന്റെ അവിടുത്തെ ബാനർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. മറ്റു 2 ബാനറുകൾ ഇപ്പോൾ അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് റോട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വളരെ ക്ഷുഭിതനായി ഷൗട്ട് പോലീസുകാരോട് വളരെ ക്ഷുഭിതനായിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് അഴിപ്പിച്ച് മാറ്റുന്ന ഒരു നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഈ ഗസ്റ്റ് ഹൌസിന്റെ മുറ്റത്ത് ഉദ്യോഗസ്ഥരുമായി, പോലീസ് ഉദ്യോഗസ്ഥരുമായി, ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒക്കെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ നാണം കെടുത്തുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസിന്റെ ഗേറ്റും കടന്ന് സുരക്ഷാ വലയങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് പോലീസിനോട് ഇതെല്ലാം അഴിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് ആ ബാനറുകളെല്ലാം അഴിച്ചു ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അല്പം മുമ്പ് ആർഷോ നമ്മോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ ബാനറിൽ തൊട്ടാൽ 100 ബാനറുകൾ ഇവിടെ ഉയരും, ബാനർ ഒഴിവാക്കാൻ സമ്മതിക്കില്ല എന്ന് ആർഷോ മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ ഗസ്റ്റ് ഹൌസിന് പുറത്തേക്ക് വന്നുകൊണ്ട് ഈ ബാനറുകളെല്ലാം തന്നെ അഴിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഗവർണർ SFI പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇന്ന് SFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല, പക്ഷേ നാളെ കൃത്യമായ SFIയുടെ പ്രതിഷേധം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം നാളെ ഇത് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് ഒരുപക്ഷെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ആർഷോ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇന്ന് എന്തായാലും ഈ ബാനർ മാറ്റാൻ തീർച്ചയായും ഞാൻ ഒരു നിമിഷം ജംഷീർ ഞാൻ ജംഷീറിലേക്ക് വരാം.